കല്യാണം, പാർട്ടി, ഫംഗ്ഷൻ മുതലായ എല്ലാ ഫംഗ്ഷൻസിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പാണ്. പക്ഷേ ഇതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട്. ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക്ക്, അതുപോലെ കോൺടോർ, കൺസീലർ, കറക്ഷൻ ഇതൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പാണ്. പിന്നെ ഐ മേക്കപ്പും വരുന്നുണ്ട്. സോ നമുക്കിത് എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്? ഇനി ബ്രൈഡ്സ് മെയ്ഡ് ആണ്, വെഡ്ഡിങ് ഫംഗ്ഷന് പോവുകയാണ്, ഗസ്റ്റ് മേക്കപ്പ് ആണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒട്ടും അറിയാത്തവർക്ക് പോലും സാരിക്കും ചുരിദാറിനും അനാർക്കലി തുടങ്ങിയിട്ട് എല്ലാ ഔട്ട്ഫിറ്റിനും ചേരുന്ന ഒരു കൈൻഡ് ഓഫ് മേക്കപ്പാണ്. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോയും കണ്ടു നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. എല്ലാ സ്റ്റെപ്സും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പെർഫെക്ഷന് ഒട്ടും കുറവ് വരാതെ എങ്ങനെയാണ് ചില സ്റ്റെപ്സൊക്കെ സ്കിപ്പ് ചെയ്യേണ്ടത് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകണ്ട. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ ഓൾറെഡി സ്കിന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഫേസ് വാഷ് ചെയ്ത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനർ വെച്ച് ഒന്ന് ലൈൻ ചെയ്തിട്ട് പിന്നെ ഞാൻ കാണിക്കുന്ന ആ ഒരു ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു ബ്രൗൺ ന്യൂഡായിട്ട് വരുന്ന ലിപ് ഷെയ്ഡ്സ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഫേവറേറ്റ് ആണ്. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏതൊരു ഫംഗ്ഷനും നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുകയും ചെയ്യും. എന്നാൽ വളരെ ബ്രൈറ്റ് റെഡ് പിങ്കൊന്നും യൂസ് ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ വേറെ ഒരു ഷെയ്ഡുണ്ട്, ബ്രൗൺ ഷെയ്ഡ്സിൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ പറയൂ കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ബ്രൗൺ ഷെയ്ഡ്സ് ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഫേസ് നന്നായിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്ത് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം റോസ് വാട്ടറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്തായാലും നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാലും ചെറിയൊരു ഡ്രൈനെസ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്കത് മാറ്റാനായിട്ട് റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുന്നത്. മേക്കപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആണെങ്കിൽ നിങ്ങളൊരു തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. കാര്യം വേറൊന്നുമല്ല, തിക്കെന്ന് പറയുമ്പോൾ ഒത്തിരി അങ്ങ് നമ്മുടെ മേക്കപ്പ് ഒലിച്ചു പോകുന്ന രീതിക്കല്ല, സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്ക് മേക്കപ്പ് ഒലിച്ചു പോകുന്ന രീതിയിൽ എണ്ണമയം അതൊന്നും നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് യൂസ് ചെയ്യേണ്ടത് പ്രൈമറാണ്. ഞാനിവിടെ അലോവേര ജെല്ലാണ് ആസ് എ പ്രൈമർ യൂസ് ചെയ്യുന്നത്. ഒരുപാട് ലെങ്തി ആക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ജസ്റ്റ് സ്റ്റെപ്സ് മാത്രം പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. ഇത് മാക്സിമം എളുപ്പത്തിൽ നിങ്ങൾക്ക് ബോറടിക്കാതെ പറഞ്ഞു തീർക്കാനാണ് നോക്കുന്നത്. സോ നമ്മൾ അലോവേര ജെൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കഴുത്തിലും അതുപോലെ തന്നെ സ്കിന്നിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിറമൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സിറമൊക്കെ ഇട്ട് കൊടുക്കണേ. അപ്പോൾ നല്ല ബേസ് കിട്ടും. മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് ഞാൻ മേബ്ലിൻ്റെ 128 എന്ന് പറയുന്നതാണ് എൻ്റെ ഷെയ്ഡ്. ആ ഒരു ഫൗണ്ടേഷനാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കറക്ഷന് മുന്നേ ആണ് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നത്. വേറൊന്നുമല്ല, അപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടുള്ളൂ എങ്ങനെയാണ് ഈ മേക്കപ്പ് വരാൻ പോകുന്നതെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കൺസീൽ ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ ഇടുന്നതെങ്കിൽ എനിക്കത് കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഇനി കറക്ഷൻ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാനിങ്ങനെ വെറും 2 ഡ്രോപ്പ് ഫൗണ്ടേഷൻ എടുത്തിട്ട് കുഞ്ഞ് ഡോട്ട്സ് ആയിട്ട് സ്കിന്നിൽ മുഴുവനും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സെയിം ബ്രഷ് വെച്ച് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ഈ ബ്രഷൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇത് കോംബോ ആയിട്ടാണ് വരുന്നത്. ഒറ്റ വാങ്ങുമ്പോൾ നല്ല റേറ്റ് വരും. ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ബ്രഷസ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഇതും നല്ല ക്വാളിറ്റി ഉള്ള ബ്രഷാണ്. നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. കുറേ വരുന്നുണ്ട്. സോ ഐ മേക്കപ്പിനായാലും ബേസ് മേക്കപ്പിനായാലും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇനി ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫേസിൽ മുഴുവനായിട്ടും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ആ ഒരു പ്രൈമർ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു അലോവേര ജെൽ ഇട്ട് കഴിയുമ്പോൾ ഒരു ഗ്രീസിനെസ് ഉണ്ടാവും. ഒരു ക്രീമി ആയിട്ട് നമ്മുടെ സ്കിൻ ഉണ്ടാവും. പക്ഷെ അത് കുറേ നേരം കഴിയുമ്പോൾ നമ്മൾ ഫാനിലിരിക്കുന്നത് കൊണ്ട് അത് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമ്മുടെ സ്കിന്നിൽ ഒബ്സർവ് ആവാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് അത് മാറ്റാൻ അതിന് മുന്നേ, അത് ഉണങ്ങുന്നതിന് മുന്നേ, ഡ്രൈ ആകുന്നതിന് മുന്നേ തന്നെ ഈ ഫൗണ്ടേഷൻ ബ്ലെൻഡായി തീരും. അപ്പോൾ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ കറക്ഷനും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ മുന്നേ ചെയ്യേണ്ടായിരുന്നില്ല, കാര്യം അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്കിതിൻ്റെ ഇത് മനസ്സിലായത്. ആദ്യം ഓറഞ്ച് കറക്റ്റർ എടുക്കും. എന്നിട്ട് നമ്മളിവിടെ അണ്ടർ ഐസിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് നമുക്ക് ഡാർക്ക്നെസ് കൂടുതലുള്ളത്, എവിടെയാണ് കറക്ഷൻ ചെയ്യേണ്ടതെന്ന്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ബിഗിനേഴ്സിന് അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. എക്സ്പേർട്ട് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണൂലല്ലോ ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ബിഗിനേഴ്സ് ആയിരിക്കുമല്ലോ ഈ വീഡിയോ കാണുന്നത്. അവർക്ക്
ഇത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനിവിടെ വാങ്ങിച്ചേക്കുന്നത് ഇത് ഇൻസൈറ്റിൻ്റെ കൺസീലർ പാലറ്റാണ്. കറക്ഷൻ കൺസീലർ കോണ്ടോർ ഉള്ള ഒരു പാലറ്റാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കറക്റ്റ് കൺസീലർ ഷെയ്ഡ് അറിയില്ല. ഞാൻ ഓൺലൈനാണ് പർച്ചേസ് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മേടിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കും, പല ദിവസങ്ങളിൽ എൻ്റെ സ്കിൻ ടോൺ പല പല കളറിലായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നിയിട്ട് ഓൺലൈൻ വാങ്ങുമ്പോൾ സേഫ് ആയിരിക്കും. ഇപ്പോൾ ഇൻ കേസ് നമുക്ക് വേറെ ഡാർക്ക് ഷെയ്ഡോ ലൈറ്റർ ഷെയ്ഡോ വേണം എന്നുണ്ടെങ്കിൽ ഇതിന്ന് തന്നെ നമുക്ക് പ്രോഡക്റ്റ് എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഡാർക്കൻ ചെയ്യാനും അതുപോലെ തന്നെ ലൈറ്റൻ ചെയ്യാനും ഒക്കെ ടിപ്സ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്താൽ മതി എന്ന് തോന്നിയിട്ടുണ്ട്. ഇതിൽ തന്നെ അത്യാവശ്യം ഷെയ്ഡ്സ് ഉണ്ട്. സോ ബാം അണ്ടർടോൺ ആണെങ്കിലും കൂൾ അണ്ടർടോൺ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷെയ്ഡ്സ് അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. മെയിനായിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഒരൊറ്റ കൺസീലർ വെച്ചിട്ട് ഫുൾ ഫേസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അണ്ടർ ഐസിൽ കൊടുക്കുന്ന കൺസീലർ ഒരിക്കലും നമ്മുടെ അപ്പർ ലിഡ്സിൽ കൊടുക്കാൻ പറ്റില്ല. സോ ഞാനിവിടെ കാണിച്ചില്ലേ, അത് ആദ്യം എടുത്തത് അണ്ടർ ഐസിൽ കൊടുത്തിട്ട് ഡാർക്കർ ഷെയ്ഡ് അണ്ടർ ഐസിൽ ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. പക്ഷേ ഐലിഡ്സിൽ ചെയ്യുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ലൈറ്റർ ഷെയ്ഡാണ് എടുക്കുന്നത്. ഞാനൊന്നുകൂടെ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആദ്യം ഓറഞ്ച് കറക്റ്റർ ഇട്ടു, എന്നിട്ട് കുറച്ച് ഡാർക്കർ ഷെയ്ഡ് കൺസീലർ എടുത്ത് കണ്ണിന് താഴെ അണ്ടർ ഐസ് ഡാർക്ക് സർക്കിൾസ് ചെറിയൊരു വ്യത്യാസം എന്തായാലും ഉണ്ടാവുമല്ലോ, അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ടാണ് മുകളിൽ നമ്മുടെ ഐലിഡ്സിൻ്റെ അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഐ മേക്കപ്പ് ചെയ്യില്ലേ, ആ ഒരു സമയത്ത് അവിടെ ഒരു ഡാർക്ക്നെസ്, അതായത് നമ്മുടെ ഐലിഡ്സിൽ ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഐ മേക്കപ്പ് കറക്റ്റായിട്ട് കാണില്ല. പക്ഷേ അവിടെ ഒരു ലൈറ്റർ ഷെയ്ഡാണ് കൊടുത്തിട്ട് നമ്മൾ ഐ ഷാഡോ ഒക്കെ അപ്ലൈ ചെയ്യുന്നെങ്കിൽ സൂപ്പറായിട്ട് അതിങ്ങനെ എടുത്ത് കാണിക്കും. പിന്നെ ഐ ഷാഡോ ഇടുന്നത് കൊണ്ട് തന്നെ ആ ഒരു ലൈറ്റർ ഷെയ്ഡാണ് ഇട്ടതെന്ന് അറിയത്തുമില്ല. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? സോ അടുത്തതായിട്ട് നമുക്കിവിടെ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റ് എന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഞാനിവിടെ ക്രീസ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നിങ്ങൾ കണ്ടോ, ക്രീസ് കട്ട് ചെയ്യുന്നതിന് മുന്നേയും കട്ട് ചെയ്യുന്നതിന് ശേഷമുള്ള വ്യത്യാസമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഇപ്പോൾ കണ്ടോ, ആ ഒരു ലൈൻ കറക്റ്റായിട്ട് ഡിഫൈനായി വന്നിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ ക്രീസ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ബ്രഷ് തന്നെ വേണമെന്നില്ല കേട്ടോ, നമുക്ക് കൈ വെച്ചും ചെയ്ത് കൊടുക്കാം. പിന്നെ എല്ലാ കളറും കൂടെ ഒരു കൈക്കകത്ത് നിൽക്കണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് ബ്രഷസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം നമുക്ക് കൈവച്ചും ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു ലൈറ്റർ ഷെയ്ഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, അത് കൈവച്ചാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഔട്ടർ കോർണറിൽ പ്ലേസ് ചെയ്തിട്ട് ആ ഒരു ലൈറ്റർ ഷെയ്ഡിനെ ഇങ്ങോട്ട് കൊണ്ടുവരാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന കോർണേഴ്സിലോട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാണ് ചെയ്തത്. ഇത് കൈവച്ച് തന്നെയാണ് ചെയ്തത്. ഷെയ്ഡ് ഏതാണെന്ന് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കാം. ഞാൻ ഐബ്രോ പെൻസിൽ എടുത്തിട്ട് ഈ ഒരു ബ്രഷുണ്ട്, ആംഗുലർ ബ്രഷാണിത്. ഐബ്രോസ് ഫില്ല് ചെയ്യാനും ഐലൈനർ വരച്ചു കൊടുക്കാനും ഈ ബ്രഷ് നല്ലതാണ് കേട്ടോ. ഇത് ആ കോമ്പോൻ്റെ അകത്തുണ്ടായിരുന്നത് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബ്രഷിൽ നമ്മുടെ ഐബ്രോ പെൻസിലുണ്ടല്ലോ, അതിൽ നിന്ന് ഡാർക്ക്നെസ് ഇങ്ങനെ എടുത്തിട്ട് ഗ്യാപ്പുള്ള ഭാഗമൊക്കെ ആദ്യം ഫില്ല് ചെയ്ത് കൊടുക്കും. എന്നിട്ട് മുഴുവനായിട്ട് കറക്റ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇതെനിക്ക് നന്നായിട്ട് വർക്കായതാണ്. ഇപ്പോൾ പൗഡറായിട്ടുള്ള ഐബ്രോ പാലറ്റാണ്, പൗഡർ ഐബ്രോ പാലറ്റാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതും ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യം ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്കിപ്പോൾ അതങ്ങ് യൂസായി. സോ എനിക്ക് ഐബ്രോ പെൻസിൽ വെച്ച് വരയ്ക്കുന്നത് ഇപ്പോൾ അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് അതിങ്ങനെ ഷാർപ്പായി പോകുന്ന പോലെയും ഒരു സൈഡ് ഡാർക്ക്നെസ് കൂടുതലായതുപോലെയും തോന്നാറുണ്ട്. പക്ഷേ ഈ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ നല്ല ഒരു ഫിനിഷ് കിട്ടും, ആർട്ടിഫിഷ്യലായിട്ട് തോന്നില്ല. ഇൻ കേസ് എവിടെയെങ്കിലും ടച്ചപ്പ് ഉണ്ടെങ്കിൽ മാത്രം അവിടെ പെൻസിൽ യൂസ് ചെയ്താൽ മതി. പിന്നെ ഐബ്രോ പാലറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൂസ് പൗഡറായിട്ട് ബേബി പൗഡർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം. ഇത് രണ്ടും ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി എൻ്റെ സ്കിന്നിൽ നല്ലൊരു മാറ്റ് ഫിനിഷ് തന്നിട്ടുണ്ട് നമ്മുടെ ഫൗണ്ടേഷൻ. ആ ഒരു ഫൗണ്ടേഷൻ മേബ്ലിൻ്റെ ഫിറ്റ്മി ആണ്. അത് മാറ്റ് ഫിനിഷ് തരുന്ന ഓയിലി സ്കിന്നിന് പറ്റിയ ഒരു ഫൗണ്ടേഷനാണ്. ഇപ്പോൾ ഓൾറെഡി എൻ്റെ സ്കിന്നിൽ നന്നായിട്ട് സെറ്റ് ആയതുകൊണ്ട് ഇനി ഞാൻ പൗഡർ വെച്ച് സെറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓയിലി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നമുക്ക് സ്വെറ്റ് ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കൊരു പൗഡർ വെച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് ഞാനിവിടെ കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഡാർക്കസ്റ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഈ ജോ ലൈൻ്റെ അവിടെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് താഴോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. മുകളിലോട്ട് ചെയ്യരുത്, താഴോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ജോ ലൈൻ ഡിഫൈൻ ആവാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു കൺസീലർ വെച്ചിട്ട് ഞാൻ ഒരു കോണ്ടോർ ഷെയ്ഡ് ഉണ്ട് അതിനകത്ത്, ഡാർക്കസ്റ്റ് ഷെയ്ഡ്, അത് വെച്ച് ചെയ്തിട്ട് ബാക്കി ഈ ഒരു നമ്മുടെ ഈ ഒരു കവിളിൻ്റെ ആ ഒരു ജോ ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ ജോ ലൈൻ എന്നാണോ പറയണേ, സ്മൈൽ ലൈൻ എന്നോ എന്തോ പറയുമല്ലോ ആ സാധനം, അതിലോട്ട് നമ്മളിങ്ങനെ കൂർപ്പിച്ച് പിടിച്ചിട്ട് ഐ ഷാഡോ എന്നാണ് ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സോ ഇങ്ങനെ നന്നായിട്ട് താഴോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്, പിന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ ഭയങ്കര മോശമായിരിക്കും. ഇനി ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല.
ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പല്ല. പക്ഷേ നന്നായിട്ട് ജോ ലൈനൊക്കെ കാണണം എന്നുള്ളവരാണെങ്കിൽ ഇത് ചെയ്യുന്നത് നല്ലതാണ്. ചെറിയൊരു വ്യത്യാസമൊക്കെ മനസ്സിലാവുന്നില്ലേ? സോ ഇനി മൂക്കും കൂടെ ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐ ഷാഡോ പാലറ്റിൽ നിന്ന് തന്നെ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടാണ് മൂക്കൊന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നല്ലൊരു ഡെഫിനേഷൻ തരും കേട്ടോ മൂക്കിന്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പല്ല, പക്ഷേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഫേസിന് പകരം കുറച്ച് കോണ്ടോർ ചെയ്യുന്ന ഫേസ് നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ഐ ലൈനർ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി അടുത്ത് നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. ഡ്രസ്സൊക്കെ ഞാൻ ഇതിനിടയ്ക്ക് മാറ്റി. നിങ്ങൾക്ക് ഐ ലൈനറിൻ്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും ഐ ലൈനർ വാലിട്ടൊക്കെ എഴുതാൻ അറിയായിരിക്കും പലതരത്തിൽ. ഐ ലൈനറൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഡ്രസ്സൊന്ന് മാറ്റാമെന്ന് കരുതിയത്, അല്ലെങ്കിൽ നമുക്ക് മൊത്തം മെസ്സാവില്ലേ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മാർസിൻ്റെ മസ്കാരയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ ഈ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും. വാട്ടർ പ്രൂഫാണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയാൻ പറ്റും. ചെക്ക് ചെയ്ത് നോക്കുക. ഓരോ പ്രോഡക്ട്സും ചെക്ക് ചെയ്ത് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാം. ബട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ. സോ ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കുക. ഞാൻ കുറേ റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു മേക്കപ്പ് റുട്ടീനിലോട്ട് എത്തിച്ചേർന്നത്. അതുപോലെ നിങ്ങൾക്കും ഒരുപാട് അന്വേഷിക്കാം. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ വാങ്ങാം. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആ മാർസിൻ്റെ മസ്കാര നല്ലതാണ്. അത് വാഷബിൾ മസ്കാരയാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ഭയങ്കര കട്ടിയായിട്ടിരിക്കുകയൊന്നുമില്ല. ബട്ട് സ്റ്റിൽ മേക്കപ്പ് ക്ലെൻസർ വെച്ച് തന്നെ നമ്മൾ റിമൂവ് ചെയ്യണം. എന്നാലേ കംപ്ലീറ്റ് ആയിട്ട് അത് റിമൂവ് ആകുള്ളൂ. പിന്നെ മസ്കാര ഞാൻ ഡെയിലി ബേസിൽ യൂസ് ചെയ്യാറില്ല. ഏതെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് അങ്ങനെ തുടച്ചു കളയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ വാഷബിൾ മസ്കാര അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് അല്ല, സ്മച്ച് പ്രൂഫ് അല്ല എന്നാണെങ്കിൽ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇത് നന്നായിട്ട് ഹോൾഡ് ആവുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് വാഷ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു മസ്കാരയാണ്. ഓക്കെ. പിന്നെ ഞാൻ കുറച്ച് ബ്ലഷ് ഇങ്ങനെ പീച്ച് കളറ് ഈ ഒരു കവിളിൻ്റെ പുറകുവശത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കമ്മലൊക്കെ ഇട്ടു, സെറ്റായി, അടിപൊളിയായിട്ടുണ്ട്. ഇച്ചിരി വലിയ പൊട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാരിക്കും ചുരിദാറിനും അനാർക്കലി കുർത്ത എല്ലാത്തിനും ചേരുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ, ബേസിക്കായിട്ടൊരു ഐഡിയ കിട്ടും എങ്ങനെയാണിത് വർക്ക് ആവുന്നത്, എങ്ങനെ വരുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ ചെയ്ത് നോക്കുക. നമ്മൾ മേക്കപ്പ് വീഡിയോ കുറേ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അത് ചെയ്ത് നോക്കുക. എത്രയൊക്കെ നമ്മൾ വീഡിയോ കണ്ടാലും പ്രാക്ടിക്കൽ ഇല്ലെങ്കിൽ തിയറി മാത്രം കൊണ്ട് ഒന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ ചെയ്തും കൂടെ നോക്കുക. അത്യാവശ്യം എന്തൊക്കെ പ്രോഡക്റ്റാണോ വേണ്ടത് അത് മാത്രം ഓരോന്നായിട്ട് വാങ്ങാം. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. ഇതിലിപ്പം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനവും ഇല്ല. എല്ലാം അഫോർഡബിൾ ആണ്. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവേ. ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കണ്ട. അത്രയേ ഉള്ളൂ. സിമ്പിൾ ലുക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ട്, വീഡിയോ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും അതിനെ ഉടനെ ചെയ്യാം. ബൈ.